Decisions of the Vice Chancellor, unless otherwise specifically provided, the decision of the Vice Chancellor on any question relating to the election shall be final. അതായിരുന്നു വ്യവസ്ഥ. മാത്രമല്ല റിട്ടേണിംഗ് ഓഫീസർ ആരായിരുന്നു മിനിസ്റ്ററെ? നേരത്തെ റിട്ടേണിംഗ് ഓഫീസർ, the registrar or any other person authorized by the Vice Chancellor shall be returning officer for elections held by the university. അതായത് രജിസ്ട്രാർ തന്നെ റിട്ടേണിംഗ് ഓഫീസർ ആകണമെന്ന് പോലും നിർബന്ധമില്ലായിരുന്നു. വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തുന്ന രജിസ്ട്രാറോ മറ്റാർക്ക് വേണമെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ ആകാമായിരുന്നു. അവിടെ നിന്ന് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആരാ? തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണാധികാരി എന്ന് പറയുന്ന രജിസ്ട്രാറാ. അപ്പൊ ഇതിന്റെ ബാലപാഠം പോലും വായിക്കാതെയാണോ ഈ സഭയിലെ ഒരു മുതിർന്ന അംഗത്തെ എല്ലാ ദിവസവും എന്ന പോലെ മന്ത്രി പുച്ഛം പരിഹാസവും വാരികെറി എന്ന് പറയണം? ഇതിന്റെ അടിസ്ഥാനം എന്താണ് സാർ? ഇതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മൾ വിചാരിക്കും ഈ നിയമം കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനം എന്താണ്? അടിസ്ഥാനം എന്ത്? കഴിഞ്ഞ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ SFIയുടെ സഹാക്കന്മാർ എന്ത് ചെയ്തു? കുട്ടി സഹാക്കന്മാരാണല്ലോ, അവന്മാരെന്ത് ചെയ്തു? കുറെ ബാലറ്റ് പേപ്പർ എടുത്ത് കഴിച്ചു, അങ്ങ് തിന്നു. അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോഴും ജയിക്കുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബഹളമായി. അപ്പൊ ബഹളമായി കഴിഞ്ഞപ്പോ ബാലറ്റ് പേപ്പറിന്റെ ബാലൻസ് ശരിയാകുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? രജിസ്ട്രാർ പറഞ്ഞു ആ SFIയെ ജയിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. DC പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. SFIക്കാരൻ ബാലറ്റ് പേപ്പർ തിന്നിട്ട് പോലും SFIക്കാരൻ ജയിച്ചു എന്ന് എഴുതി കൊടുക്കാത്തതിന്റെ കലിപ്പ് പൊടിക്കുന്ന കലിപ്പടങ്ങണം. ഈ രജിസ്ട്രാർ കലിപ്പ് പൊടിക്കുന്നടങ്ങണം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും വൈസ് ചാൻസലറുടെ ശുപാർശയില് നേരത്തെ പ്രോ വൈസ് ചാൻസലർ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പോസ്റ്റായി മാറി. ആ പ്രോ വൈസ് ചാൻസലറെ ഇനി നിയമിക്കാൻ പോകുന്നത് സിൻഡിക്കേറ്റ് ആണ്. അപ്പൊ പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്. ഈ പ്രോ വൈസ് ചാൻസലറുടെ യോഗ്യത നേരത്തെ പ്രൊഫസർഷിപ്പ് ആയിരുന്നു, അതങ്ങ് മാറ്റി. ഇപ്പൊ എന്താ? അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അതായത് പ്രൊഫസർമാര് പങ്കെടുക്കുന്ന യോഗത്തെ പ്രിസൈഡ് ചെയ്യുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമായ PVC ആകുന്നത് എവിടുത്തെ ന്യായമാണ് സാർ? എന്തൊരു ന്യായമാണ് സാർ? എന്തൊരു നീതികേടാണ് സാർ? ഇനിയിപ്പോ രാഹുൽ പ്ലീസ്, ഞാൻ സമയത്തില്ല സാർ. അപ്പോ അപ്പോ ഇത് നമ്മൾ തൊട്ടു മുമ്പ് ഇറക്കിയ സ്വകാര്യ സർവകലാശാല, ആ സ്വകാര്യ സർവകലാശാലയുടെ പ്രത്യേകത എന്താ? ആ സ്വകാര്യ സർവകലാശാലയിലെ അധികാരങ്ങളെല്ലാം VC ഏൽപ്പിച്ചു. ഇവിടെ എന്താ? VCയുടെ അധികാരങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുന്നു. അപ്പൊ വൈസ് ചാൻസലറുടെ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കി ആ അധികാരങ്ങൾ മുഴുവൻ മന്ത്രിക്ക് അടക്കി വാഴുവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളിലെ ഭേദഗതികളെല്ലാം വരുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ മന്ത്രി എന്താ പറയുന്നത്? മന്ത്രി പറയുന്നത് കൽപ്പാന്ത കാലത്തോളം മന്ത്രി R. ബിന്ദു അല്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അത് ഞങ്ങൾക്കറിയാം മിനിസ്റ്ററെ. അത് മിനിസ്റ്റർക്ക് ബോധ്യമുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനം 8 മാസം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ UDFന്റെ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോ പക്ഷെ ഇതിനകത്തെ വ്യവസ്ഥകൾ കൽപ്പാന്ത കാലത്തോളം മന്ത്രി R. ബിന്ദുവിന് ഗുണാനുഭവിക്കാൻ പറ്റുന്ന ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല സാർ. ആകെ ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ആശാന്റെ ഒരു പ്രതിമയുണ്ട്. ആ ആശാന്റെ പ്രതിമ മാറ്റി എന്റെ പ്രതിമ വേണമെന്ന് മന്ത്രി പറയുന്ന ഒഴിച്ച മന്ത്രിയിലേക്ക് നിക്ഷിപ്തപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കുടില ശ്രമങ്ങളാണിത്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് ചുവപ്പുവൽക്കരിക്കുന്നത്. സർവകലാശാലകൾ അറിവിന്റെ വിളനിലമാകണം. അതല്ലാതെ ഇവരെ ഏൽപ്പിച്ചിരുന്നാണ് സാർ കാര്യം. മന്ത്രിക്ക് അധികാരമുള്ള. കഴിഞ്ഞ ദിവസം കൂടി ചോദിക്കുകയാണ്, ഈ സർവകലാശാല നിയമ ഭേദഗതിയൊക്കെ കൊണ്ടുവരുമ്പോ മന്ത്രി അക്കാദമിക്കായിട്ട് എന്തെങ്കിലും മറുപടി പറ. ഉച്ചവും പരിഹാസവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അക്കാദമിക്കായിട്ട് വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ എത്ര സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുണ്ട്? അക്കാദമിക്കായിട്ട് മറുപടി പറയട്ടെ. ഇനി കേരളത്തിലെ എത്ര ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരുണ്ട്? മന്ത്രി അക്കാദമിക്കായിട്ട് മറുപടി പറയട്ടെ. ചോദ്യം ചോദിക്കുമ്പോ ഈ വൈകുന്നേരം റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുച്ഛം വാരി വിതർന്നല്ലാതെ അക്കാദമികായ ചോദ്യങ്ങൾക്ക് അക്കാദമിക്കായിട്ട് മറുപടി പറയാൻ ഒരു അധ്യാപിക കൂടിയായിരുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനിതിനെ എതിർക്കാണ് സാർ. കേരളത്തിലെ ക്യാമ്പസുകളെ, കേരളത്തിലെ സർവകലാശാലകളെ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ആഫീസുകളാക്കാനും CITക്കാർക്ക് ഈ നീക്കത്തെ നമ്മൾ എന്ത് വില കൊടുത്ത് തടയണം. ബഹുമാനപ്പെട്ട R. ബിന്ദുവിനോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് നിരവധി മഹാരഥന്മാർ ഇരുന്നൊരു കസേരയിലാണ് അങ്ങിരിക്കുന്നത്. അവരോടുള്ള ബഹുമാനത്തിന്റെ പേരിലെങ്കിലും അങ്ങ് ഈ നിയമ ഭേദഗതിയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്.